السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ പരിശുദ്ധമായ റമളാൻ അതിന്റെ ദിനരാത്രങ്ങൾ നമ്മളിൽ നിന്ന് സലാം പറഞ്ഞ് കടന്നു പോവുകയാണ്. എത്ര പെട്ടെന്നാണ് റമളാൻ വന്നത്, എത്ര പെട്ടെന്നാണ് റമളാൻ പോയത്. ഇതായിരിക്കും നമ്മുടെ ഖൽബിലുണ്ടാവുക. ഉള്ള സമയത്ത് ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് മാപ്പപേക്ഷിക്കാനുള്ള ഒരു അസുലഭ മുഹൂർത്തമാണ്. പായാക്കരുത് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് ആമുഖമായി പറയാനുള്ളത്. ഈ വിശുദ്ധമായ റമളാൻ അല്ലാഹു നമുക്ക് തന്നത് നമ്മുടെ ഖൽബ് നന്നാവാനാണ്. അതാണ് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ ഖൽബിൽ തഖ്വയുണ്ടാവാൻ. അല്ലാഹുവിനെ പേടി, അല്ലാഹ് എന്ന് പറയുന്നൊരു ചിന്ത നമ്മുടെ ഖൽബിൽ കടന്നുകൂടിയാൽ നാം ചെയ്യുന്ന ഇബാദത്തിന് രുചിയുണ്ടാകും, നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സന്തോഷമുണ്ടാകും. നട്ടപ്പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരമുയർത്തി ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഉത്തരമുണ്ടാകും. ആദ്യം നമ്മൾ നന്നാവേണ്ടത് നമ്മുടെ ഖൽബാണ്. നമ്മുടെ ഖൽബ് നന്നായാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബ് നമ്മളെ കൂടെ ഉണ്ടാകും. ഈ പരിശുദ്ധമായ റമളാൻ വന്നിട്ട് ആ റമളാനിന് അർഹിക്കുന്ന ആദരവുകളോടെ വരവേറ്റ് സന്തോഷത്തോടുകൂടെ നമ്മളെ പാപക്കറകൾ മുഴുവനും കഴുകി വൃത്തിയാക്കി റമളാനിനോട് സലാം പറയുമ്പോ വല്ലാതെ സങ്കടത്തോടുകൂടെ പൊട്ടിക്കരഞ്ഞ് സലാം പറഞ്ഞ് റമളാൻ മുതലാക്കാനുള്ള ശ്രമമാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, രക്ഷിതാക്കളെ, ചെറുപ്പക്കാരെ നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത്. അതിനു വേണ്ടി നമ്മുടെ മനസ്സ് പാകപ്പെടുത്തണം. ആരംഭപ്പൂവായ മുത്തുളി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നട്ടപ്പാതിരാ സമയത്ത് യുദ്ധത്തിന്റെ കാഹളം മുഴക്കുമ്പോൾ തന്റെ ഭാര്യയുമൊത്ത് സന്തോഷത്തോടുകൂടെ കിടന്നുറങ്ങുന്ന ഭർത്താവ് ഭാര്യയോട് സലാം പറഞ്ഞ് ചെറിയ പൈതലിന്റെ മോണ കാട്ടി ചിരിക്കുന്ന പൈതലിന്റെ കവളത്ത് ഉമ്മ വെച്ച് ഇറങ്ങിപ്പോകുന്നത് രണഭൂമിയിലേക്കാണ്. വിഷത്തിൽ ഊന്തിയ ഇരുതല മൂർച്ചയുള്ള വാളിന് ഇരയായി ആ യുദ്ധഭൂമിയിൽ കിടന്ന് ഷഹീദാകാൻ വേണ്ടി പോവുകയാണ്. അവരുടെ ഈമാൻ, അവരുടെ തഖ്വ നാം എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? യുദ്ധഭൂമിയിൽ നിന്ന് വെട്ടുകളേറ്റ് ഒലിക്കുന്ന രക്തങ്ങളുള്ള കൈകാലുകൾ ഇങ്ങനെ ആടി ഉലയുന്ന അവസ്ഥയിൽ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് നോക്കിയിട്ട് സ്വഹാബത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യാ റസൂലല്ലാഹ്, ഞാനിതാ ഈ യുദ്ധഭൂമിയിൽ നിന്ന് കണ്ണടക്കുന്നു. എനിക്ക് അവസാനമായി എൻ്റെ മക്കളൊന്ന് കാണാൻ, 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച പൊന്നുമ്മാനെ കാണാൻ, എന്നെ വളർത്തിയ എൻ്റെ ഉപ്പയെ കാണാൻ ആഗ്രഹമുണ്ട് എന്നല്ല സ്വഹാബത്ത് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലേ, യുദ്ധഭൂമിയിൽ നിന്ന് ശത്രുവിന്റെ വെട്ടേറ്റു മരിക്കാൻ കഴിയാത്ത സാധുവാണ് ഞാനെങ്ങാനും ഇവിടുന്ന് മരണപ്പെട്ടു പോയാൽ
എനിക്ക് ഷഹീദിന്റെ പ്രതിഫലം കിട്ടുമോ യാ റസൂലല്ലാഹ്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിക്കണം. അവരുടെ ഈമാൻ, അവരുടെ തഖ്വ, ഇത് അങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് അവരുണ്ടാക്കി തീർത്തത് എന്നുള്ളതിനെ കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. സോഷ്യൽ മീഡിയകൾ അധികരിച്ചു. പലതും സോഷ്യൽ മീഡിയകളിലൂടെ വന്നു തുടങ്ങി. നമ്മൾ അതിന്റെ അഡിക്റ്റുകളായി മാറി. വിശുദ്ധമായ ഖുർആൻ പിടിച്ച് ഓതേണ്ട സമയം നാം എപ്പോഴും റീൽസുകൾ കാണുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ കൽബ് പോയി. അതിന് ഒരു അത്യാഗ്രഹം നമ്മുടെ കൽബിൽ കടന്നുകൂടി. കോമഡികളും തമാശകളും ചിരികളുമായി നമ്മുടെ വീടാന്തരങ്ങളിൽ, കുടുംബങ്ങളിൽ അത് കയറിപ്പറ്റിയപ്പോ വിശുദ്ധമായ ഖുർആൻ നമുക്കില്ല. അതുപോലെ തറാവീഹ് നിസ്കാരങ്ങളില്ല. അങ്ങനെ ആ പഴമയിൽ നമ്മുടെ വല്യമ്മമാര് ചെയ്ത മുറകളെല്ലാം മാറ്റിവെച്ചപ്പോഴാണ് നമ്മുടെ വീട്ടിന്റെ ഉള്ളറയിലേക്ക് കേട്ടുകേൾവിയില്ലാത്ത രോഗങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നു തുടങ്ങുന്നത്. അള്ളാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടൊക്കെ വളരെ സ്നേഹത്തോടുകൂടെ പറയുന്നു, നല്ല ഉമ്മമാരുണ്ട്. സോഷ്യൽ മീഡിയകളിൽ ആലിമീങ്ങളുടെ വഅള് കേൾക്കുന്നവരുണ്ട്. അവര് പറയുന്ന ദിക്റുകൾ ചൊല്ലുന്നവരുണ്ട്. അതുപോലെ അവരുടെ ദുആക്ക് ആമീൻ പറയുന്നവരുണ്ട്. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കേട്ട് കണ്ണൊലിപ്പിക്കുന്ന മുത്തുനബിയോടുള്ള മുഹബ്ബത്ത് പ്രകടിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്വലാത്ത് അധികരിപ്പിക്കുന്നവരുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മുടെ ഖൽബ് രക്ഷപ്പെടാൻ, നമ്മുടെ ആഖിബത്ത് ശരിയാവാൻ, ആഖിറ ലോകത്ത് സ്വർഗ്ഗം കിട്ടാൻ ഈ വിശുദ്ധമായ റമളാനിൽ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. നാം ചെയ്യുന്ന ഇബാദത്ത് നമുക്ക് രസകരമായി തോന്നണമെങ്കിൽ, നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ഖൽബിൽ തഖ്വയുണ്ടാവണേ. നമ്മുടെ ഖൽബിൽ അത് വഅള് പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യമല്ല തഖ്വ എന്ന് പറഞ്ഞാൽ. തഖ്വ എന്ന് പറഞ്ഞാൽ ഒരു ഹറാമ് മുമ്പിൽ കണ്ടു, സാഹചര്യങ്ങൾ ഒരുങ്ങി, ഹറാമിൽ നിന്ന് നോ എന്ന് പറയാനൊരു മനസ്സ് കാണിച്ചോ, എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു പോയി. കഴിഞ്ഞ ആഴ്ച ഒരു ദുആക്ക് ചെന്ന സമയത്ത് നല്ല ഫാൻഡിട്ട് ഇൻഷേഡ് ചെയ്ത്, നമ്മുടെ ചെറുപ്പക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കുടുക്കൊക്കെ നയിച്ച് നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ച് ഒരു ചെറുപ്പക്കാരൻ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ദുആ തുടങ്ങിയപ്പോൾ ആ ചെറുപ്പക്കാരന്റെ കൈ മുഖത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. എന്നിട്ടാരും കാണാതവൻ മുഖം ഇങ്ങനെ തുടക്കുന്നു. പടച്ചവനെ, അത്ഭുതപ്പെട്ടു പോയി. അവൻ ഇങ്ങനെ കരയുകയാണ്. അങ്ങനെയുള്ള നല്ല നല്ല ചെറുപ്പക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നവർ. ഒരാളുടെ വേഷം കണ്ടിട്ടും നമ്മൾ വിലയിരുത്തരുത്. നമ്മളെക്കാൾ കൂടുതൽ ആ ചെറുപ്പക്കാർക്ക് ഈമാനുണ്ട്. നമ്മുടെ ഖൽബിൽ ഈമാനുണ്ട് എന്നുള്ളത് തെളിവാണ്. ഹറാമിന്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ, വേണ്ടാത്ത മോശപ്പെട്ട അല്ലാഹു പൊരുത്തപ്പെടാത്തൊരു കാര്യം വന്നാൽ ആ കാര്യത്തിനോട് നോ എന്ന് പറയാനുള്ള മനസ്സ് നമ്മുടെ ഖൽബിലുണ്ടോ? നമുക്ക് ഈമാനുണ്ട്. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഈമാനാണ് നമ്മുടെ ഖൽബിൽ ഉണ്ടാവേണ്ടത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മുടെ ഖൽബിന്റെ ഒരു പടപ്പുണ്ട്, ഒരു സൃഷ്ടിപ്പുണ്ട്. നമ്മുടെ ഖൽബ് ആദ്യം എത്തുന്നത് അമ്മാറത്തും ബിസ്സൂ, അമ്മാറ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. അഥവാ തെറ്റിനോട് വല്ലാത്ത ഇഷ്ടം, തെറ്റിങ്ങനെ ചെയ്യാൻ മനസ്സിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന സമയമുണ്ട്. ആ തെറ്റിങ്ങനെ മനുഷ്യനിങ്ങനെ ചെയ്തു പോകും, അറിയാതെ ഇങ്ങനെ ചെയ്തു പോകും. ആ ഒരു മനസ്സാണ്, അത് ഏറ്റവും താഴെ തട്ടിലാണ്.
ആ മനസ്സിലാണോ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കിടക്കുന്നത്? മാറണം. നമ്മൾ അമ്മാറയിൽ നിന്ന് നമ്മൾ മാറണം. അത് പറ്റല്ലോ മനസ്സാണ്. ഹറാം ഇങ്ങനെ കാണുമ്പോൾ അതിലേക്ക് ഇങ്ങനെ പോകുന്ന മനസ്സ്, തെറ്റിങ്ങനെ കാണുമ്പോൾ അതിലേക്ക് വമ്പൽ കൊള്ളുന്ന മനസ്സ്, അതൊന്ന് സ്റ്റെക്ക് ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടോ? നമുക്ക് തഖ്വയുണ്ടാകും. രണ്ടാമത്തെ മനസ്സേതാണ്? ലവ്വാമ. അത് എന്താണെന്നറിയുമോ? ഒരു ഖേദമാണ്. ചെയ്ത തെറ്റിനെ കുറിച്ചുള്ളൊരു ഖേദമാണ്, ഒരു കുറ്റബോധം. ആ ഒരു മനസ്സ് നമ്മൾ എത്തിയിട്ടുണ്ട്. പടച്ചോനെ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു അല്ലാഹ്. ആരുമില്ലാത്ത സമയത്ത് പടച്ച റബ്ബിനോടൊന്ന് ദുആ ചെയ്യാൻ, അല്ലാഹുവേ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി അല്ലാഹ്, ഞാൻ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ചെയ്തു പോയി അല്ലാഹ്. എന്റെ കാലുകൊണ്ട് ഞാൻ ഹറാമിലേക്ക് നടന്നു, എന്റെ ശരീരം കൊണ്ട് ഞാൻ ഹറാമിലേക്ക് പോയി, എന്റെ കൈ കൊണ്ട് ഞാൻ ഹറാമ് പിടിച്ചു, എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഹറാമ് കണ്ടു, എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഹറാമ് ചിന്തിച്ചു അല്ലാഹ്. ഹറാമിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നൊരു മോചനം ലഭിക്കാൻ അല്ലാഹുവിനോട് നട്ടപ്പാതിരാ സമയത്ത് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷപ്പെട്ടു പോയി. ആ വിശുദ്ധമായ റമളാനിൽ ആ ഒരു ഖേദ പ്രകടനം നമുക്കുണ്ടാവണം. മൂന്നാമത്തെ തട്ടാണ് മുൽഹിമ എന്ന് പറയുന്ന തട്ട്. ഇതിലേക്കൊക്കെ നമ്മുടെ മനസ്സ് എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വന്തമായി വിലയിരുത്തേണ്ടതുണ്ട്. മുൽഹിമ എന്ന് പറയുന്ന മനസ്സേതാണെന്നറിയുമോ? അല്ലാഹുവേ, ഇത് ഹറാമാണ്, ഇത് ഹലാലാണ്, ഞാൻ ഹറാമിലേക്കില്ല. ആര് വിളിച്ചാലും ഹറാം അവന്റെ ജീവിതത്തിൽ പോകില്ല. അവൻ സുന്നത്തുകളെ തേടിപ്പോവുകയാണ്, നല്ല മാർഗത്തിൽ തേടിപ്പോവുകയാണ്. നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട്, അയാൾ അധികം സംസാരിക്കാറില്ല, അയാൾ എപ്പോഴും ദിക്റിലാണ്, അയാൾ എപ്പോഴും ഇബാദത്തിലാണ്, സുബഹിക്ക് നേരത്തെ എണീറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യനാണ്. ആരും അറിയാതെ മുൽഹിമ എന്ന് പറയുന്ന തട്ടിലേക്ക് അവന്റെ മനസ്സുയർന്നിട്ടുണ്ടാവും. അല്ലാഹുവേ, അങ്ങനെയുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. പിന്നതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, മുത്മഇന്ന എന്ന് പറയുന്നൊരു ഖൽബുണ്ട്, സമാധാനമുള്ള ഖൽബാണ്. അങ്ങനെയുള്ള തട്ടിലേക്ക് അങ്ങ് കടക്കണമെങ്കിൽ ഒരുപാട് സമയങ്ങൾ എടുക്കണം, ഇബാദത്തുകൾ പെരുപ്പിക്കണം. സമാധാനമുള്ള മനസ്സാണ്, ഒരു ശാന്തിയുടെ മനസ്സാണ്, ഇബാദത്തിന്റെ മാധുര്യം അനുഭവിക്കുന്ന മനസ്സാണ്. ഈ മനസ്സിലേക്ക് നമ്മുടെ ഖൽബിനെ കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിനാണ് നമ്മൾ പറയുന്നത്, അല്ലാഹുവിലേക്ക് സുന്നത്തുകൾ അധികരിപ്പിക്കണം, അല്ലാഹുവിലേക്ക് ദുആ ചെയ്യണം. തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് ഖേദിച്ചങ്ങ് മടങ്ങിപ്പോയാൽ ഈ അവസ്ഥയിൽ നമുക്കെല്ലാവർക്കും എത്താൻ കഴിയുന്ന അവസ്ഥയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ ഒരു മനസ്സാണ് നിസ്കാരപ്പായിലിരുന്നിട്ട് അതാ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ തുറന്നു പിടിച്ചിട്ട് അതിങ്ങനെ ഓതിയിട്ട് രസം കണ്ടെത്തുന്ന വല്യമ്മമാരുണ്ടായിരുന്നു. അവരുടെ മനസ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ. അത് കഴിഞ്ഞാൽ റാദിയ, മർദിയ, കമാലിയ, ഇങ്ങനെ മനസ്സിങ്ങനെ പോവുകയാണ്, അവന്റെ ചിന്ത ഇങ്ങനെ മാറി മാറി പോവുകയാണ്. റാദിയ എന്ന് പറഞ്ഞാൽ അത് എല്ലാം തൃപ്തിയാണ് അവനക്ക്. അല്ലാഹു തരുന്ന പരീക്ഷണങ്ങൾ, എന്ത് പരീക്ഷണങ്ങൾ വന്നാലും അല്ലാ എന്ന് പറയുന്നൊരു മനസ്സുണ്ട്, എല്ലാം അല്ലാഹുലേക്ക് തവക്കുലേക്കുന്ന മനസ്സുണ്ട്. ആ ഒരു ചിന്തങ്ങ് കൽബിലേക്ക് കടന്നുകൂടിയാൽ എല്ലാം പരിപൂർണമായൊരവസ്ഥയിലേക്ക് അവന്റെ മനസ്സങ്ങ് മാറുന്നു. അത് രസകരമായൊരവസ്ഥയാണ്.
റാളിയ, മർളിയ, കമാലിയ എന്നൊക്കെ പറയുന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ അവസ്ഥയിലേക്ക് മർത്തബകൾ മാറിപ്പോവുകയാണ്. അവർ ചെയ്യുന്ന ഇബാദത്തുകൾ, അവർ ചെയ്യുന്ന ആരാധനകൾ, അവർ ചെയ്യുന്ന നിസ്കാരങ്ങൾ മഹാനായ അലിയാര് തങ്ങളുടെ മിഹ്റാബിൽ നിന്ന് ഒരു അമ്പങ്ങ് വലിച്ചെടുത്ത കഥ നമ്മളെ പറയാറുണ്ട്. എന്തേ കാരണം? അതൊക്കെ ഈ മനസ്സിന്റെ അവസ്ഥയിലേക്ക് അവരുടെ മനസ്സങ്ങ് മാറിയത് കൊണ്ടാണ്. മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളുടെ ഈമാനിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അത് വല്ലാത്തൊരു ഈമാനായിരുന്നു. ഏഴാൻ ആകാശത്ത് അല്ലാഹു പോയി. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏഴാൻ ആകാശത്ത് പോയി അല്ലാഹനെ കണ്ട് തിരിച്ചു വന്നു ഒരൊറ്റ രാത്രി എന്ന് മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളോട് പറയുമ്പോൾ, മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ പറയുന്നത് ഞാൻ അങ്ങ് വിശ്വസിച്ചു. അതിന്റെ പേരാണ് ഈമാൻ, അതിന്റെ പേരാണ് തഖ്വ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ നമ്മുടെ മനസ്സിനെങ്ങനെ ശുദ്ധീകരിച്ചെടുക്കാൻ, നമ്മളെ മനസ്സിനെങ്ങനെ നന്നാക്കി എടുക്കാനുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, ആരോടും വൈരാഗ്യമില്ലാത്ത മനസ്സ്, ആരോടും അസൂയയില്ലാത്ത മനസ്സ്, എല്ലാവരോടും സമാധാനമുള്ള മനസ്സ്, എല്ലാവരും നന്നാവണമെന്നുള്ള ചിന്ത നമ്മുടെ ഖൽബിലേക്ക് ഇങ്ങനെ കടന്നു വരും. ആ ഒരു ചിന്തയിൽ നമ്മുടെ ഖൽബെത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്നാലേ ഈ ഇബാദത്ത് ഖബൂലാക്കൂ. നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ അമലുകൾ, നമ്മുടെ സ്വലാത്തുകൾ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്യുന്ന സ്വതഖകൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, അല്ലാഹുവിന്റെ അടുത്ത് പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സൊന്ന് ശരിയാവേണ്ടതുണ്ട്. മഹാനായ അലിയാർ തങ്ങൾ പറയുന്നതായി കാണാം. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കലാണ്. ആരുമില്ലാത്ത സ്ഥലത്ത് പടച്ച റബ്ബിനെ ഭയന്ന് ജീവിക്കുക. ബുഖാരിയിൽ ഒരു ചരിത്രം കാണാൻ കഴിയും. മൂന്നാളുകൾ ഒരു ഗുഹയുടെ ഉള്ളിൽ കുടുങ്ങി. ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൽ ഒരാള് പറഞ്ഞു, എൻ്റെ അടുത്തൊരു പെണ്ണ് വന്നു, പണം ചോദിച്ചു. ഞാൻ ആ സഹോദരിക്ക് പണം കൊടുക്കണമെങ്കിൽ ഒരു ഷർത്ത് വെച്ചു, ഒരു നിബന്ധന വെച്ചു. ഞാനും ആ പെണ്ണും ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടണം. അങ്ങനെ ആ പെണ്ണതിനൊരുങ്ങി, ഞാനും ഒരുങ്ങി. തയ്യാറായ സമയത്ത് ആ പെണ്ണെന്നോട് പറഞ്ഞു, അല്ലാഹനെ സൂക്ഷിച്ച മോനെ. ഇതങ്ങ് ഞാനങ്ങ് കേട്ടപ്പോൾ അതിൽ നിന്ന് ഞാൻ പിന്മാറി. ഇതൊരു അമലാണെങ്കിൽ, ഇതൊരു വലിയ ഇബാദത്താണെങ്കിൽ, ഇത് പടച്ചവനെ പേടിച്ചുകൊണ്ട് ചെയ്തതാണ്. അല്ലാഹ്, ഈ ഗുഹയുടെ ഉള്ളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഒരു ഹറാമിനുള്ള കളമൊരുങ്ങി, അവസരമൊരുങ്ങി, സാഹചര്യങ്ങൾ ഒരുങ്ങി, രണ്ടുപേരും സമ്മതം പറഞ്ഞു. അല്ലാഹനെ ഓർത്തത് കൊണ്ട്, പടച്ച റബ്ബിനെ ഭയന്നത് കൊണ്ട് അതിൽ നിന്നങ്ങ് പിന്മാറിപ്പോയി. ഇതൊരു ഇബാദത്തായി അല്ലാഹു അങ്ങ് സ്വീകരിക്കുന്നു. ആ ഗുഹയുടെ മുഖം ഒരൽപ്പം അങ്ങ് മാറിക്കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കി എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലാഹനോടുള്ള ഭയമാണ് തഖ്വ. അത് നമ്മുടെ ഖൽബിൽ ആര് കാണാ, കുടുംബക്കാര് കാണാ, ബന്ധുക്കൾ കാണാ, നാട്ടുകാർ കാണാ, അതല്ല നമ്മുടെ വിഷയം. ആരും കാണാത്ത സമയത്ത് അല്ലാഹ് എന്നുള്ള ചിന്ത നമ്മുടെ ഖൽബിലുണ്ടോ? നമുക്ക് തഖ്വയുണ്ട്. നമ്മളെ നോമ്പ് നമുക്ക് തന്നെ കിട്ടും, നമ്മുടെ ഇബാദത്ത് നമുക്ക് കിട്ടും, നമ്മുടെ ഹജ്ജ് നമുക്ക് കിട്ടും, നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കിട്ടും. മഹാനായ അലിയാർ തങ്ങൾ പറയുന്നു, അൽ അമലു ബിത്തൻസീൽ, വിശുദ്ധമായ ഖുർആനുമായിട്ട് അമൽ ചെയ്യുക, അതുമായിട്ടൊരു ബന്ധം, സുന്നത്ത് കർമ്മങ്ങളുമായിട്ടുള്ള ബന്ധം,
വിശുദ്ധമായ ഖുർആനിന്റെ പ്രിയപ്പെട്ടവരെ, ഖൽബ് നന്നാവാൻ ഏറ്റവും വലിയ മരുന്നാണ് ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്താൽ, ഖുർആൻ ഇങ്ങനെ ഓതിയാൽ. മഹത്തുക്കളായ സ്വഹാബത്തുൽ കിറാം മസ്ജിദുൻ നബവിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ അവരിങ്ങനെ കരയുമായിരുന്നു. അതിൻ്റെ ഒരു രസം കണ്ടിട്ട്, അതിൻ്റെ ഒരു മാധുര്യം അവരുടെ കൽബിലങ്ങ് കണ്ടിട്ട്. മൂന്നാമത്തതിൻ്റെ പ്രിയപ്പെട്ടവരെ, ഖനാഅത്തു ബിൽ ഖലീൽ, കുറഞ്ഞതുകൊണ്ടങ്ങ് തൃപ്തിപ്പെട്ടു പോയാൽ, കുറഞ്ഞതുകൊണ്ടങ്ങ് തൃപ്തിപ്പെടുന്നൊരവസ്ഥ നമുക്കുണ്ടോ? അല്ലാഹു തന്നതാണ് മതി എന്നൊരു തൃപ്തി നമുക്കുണ്ടോ? അല്ലാഹു ചിലപ്പോൾ നമ്മളെ മുതലാളിയാക്കി പരിശോധിക്കും, പരീക്ഷിക്കും. ചെറുതാക്കിയിട്ട് ഒന്നുമില്ലാതെ ഫക്കീറായിട്ട് അല്ലാഹു നമ്മളെ പരിശോധിക്കും, പരീക്ഷിക്കും. അവിടെയാ നമ്മൾ വിജയിക്കേണ്ടത്. എല്ലാം അല്ലാഹു തന്നതാണ്, അതിലൊരു തൃപ്തി അടങ്ങാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, ഖിയാമത്ത് നാളിനോട്, ആ ഖിയാമത്ത് നാൾ വരാനുണ്ട്, മരണം വരാനുണ്ട്, സമാപിക്കാനുണ്ട് എന്നൊരു ബോധം നമ്മുടെ കൽബിലേക്ക് അങ്ങ് കടന്നുപോയാൽ അവിടെയാണ് അല്ലാഹുവിന്റെ തഖ്വയുള്ളത്, ഖൽബിൽ തഖ്വയുള്ളത്. ഇഖ്ലാസോടുകൂടുള്ള ജീവിതമാണ്. ആ ഒരു ചിന്തയാ നമുക്ക് വേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നീട്ടി ഞാൻ കൊണ്ടുപോകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹനെ മറന്നു പോവല്ല. ആരുമില്ലാത്ത സമയത്ത് ഒരല്പസമയം പടച്ച റബ്ബിനെ കുറിച്ച് ചിന്തിച്ച് പൊട്ടിക്കരയാനുള്ള മനസ്സ് നമുക്കുണ്ടോ? അല്ലാഹു നമ്മളെ കൂടെ ഉണ്ടാകും, പടച്ച റബ്ബ് നമ്മളെ കൂടെ ഉണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വിശാലമായ പള്ളിപ്പറമ്പിലൂടെ അങ്ങ് നടന്നു നീങ്ങുമ്പോൾ നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുന്ന ആണുങ്ങളില്ലേ, വണ്ടിയിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് പള്ളിപ്പറമ്പ് നമ്മൾ കാണാറില്ല. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ആരാണ് ആ ഖബറിലുള്ളത്? ആരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ഖബറിലുള്ളത്? നമ്മളെപ്പോലെ നടന്നവരാണ്, നമ്മളെപ്പോലെ സംസാരിച്ചവരാണ്, നമ്മളെപ്പോലെ സമ്പത്തുള്ളവരായിരുന്നു, നമ്മളെപ്പോലെ പാവപ്പെട്ടവരായിരുന്നു. അല്ലാഹുവിന്റെ ഖളാ വരുമ്പോ, അല്ലാഹുവിന്റെ സമയം വരുമ്പോ അവരെല്ലാം അവരിലേക്ക് യാത്രയായി പോയി. ഇനി നമ്മളെയും കൊണ്ടുപോയി വെക്കാനുള്ള ഖബറ്, ആ ഖബർ ശരിയാകണമെങ്കിൽ, ആ ഖബറിലേക്ക് സ്വർഗത്തിന്റെ കവാടം തുറക്കണമെങ്കിൽ നമ്മുടെ ഖൽബിൽ തഖ്വ വേണം, തഖ്വ വേണം, തഖ്വ വേണം. അല്ലാഹ് എന്ന് പറയുന്നൊരു ചിന്ത, പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഭയപ്പാട് നമ്മുടെ ഖൽബിൽ ഉണ്ടാവണം. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ പടച്ച റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ തക്ബീർ കെട്ടിയിട്ടുള്ളത്. എൻ്റെ നിസ്കാരം അല്ലാഹുവിലേക്കാവണം, എൻ്റെ ഇബാദത്ത് അല്ലാഹുവിലേക്കാവണം. ഒരു ഹറാമ് കാണുമ്പോ നോ പറയാനുള്ള മനസ്സ്, തെറ്റിലേക്ക് പോവാത്ത ഖൽബ് നമ്മൾ തരപ്പെടുത്തിയെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അയ്യായ ജമലുൽ ലൈലി ദർസിന്റെ ഒരു ചാനൽ വഴിയാണ് ഈ പ്രോഗ്രാം നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പഠിക്കുന്ന 100 ചില്ലാൻ വിദ്യാർത്ഥികൾ ഒരുക്കുന്ന ഒരു സംരംഭമാണ്. നമ്മളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ നമ്മളെടുത്ത് പഠിക്കുന്ന മക്കൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അവരുടെ കുടുംബത്തിനും ഉപകരിക്കുന്ന നല്ല ഇസ്ലാമിക് മെസ്സേജുകൾ തരിക എന്ന ലക്ഷ്യത്തിലാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കുടുംബക്കാർ, നമ്മളുമായി ബന്ധമുള്ളവർ, നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ സന്ദേശം കൈമാറണേ എന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് പുണ്യകരമായ ദിവസങ്ങളും മാസങ്ങളൊക്കെ വരുമ്പോൾ ദിക്റുകളും സ്വലാത്തുകളൊക്കെ ഈ ചാനൽ വഴി
നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين ആയ തമ്പുരാനെ ഞങ്ങളുടെ ദുആ നീ ഖബൂലാക്കണം അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സലഫ് സ്വാലിഹീങ്ങൾ, ആബിദീങ്ങൾ, മുസന്നിഫീങ്ങൾ, മുഫസ്സിരീങ്ങൾ, മഹത്തുക്കൾ, മഹാന്മാർ, മുഅ്മിനുകൾ, മുഅ്മിനാത്തുകളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നന്നാക്കണം അല്ലാഹ്. തഖ്വയുള്ള ഖൽബാക്കണം അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്, വഷളാക്കല്ലേ അല്ലാഹ്. ഇസ്സത്ത് നൽകണം അല്ലാഹ്. ഒത്തിരി മുറാദുണ്ട്, ഹാസിലാക്കണം അല്ലാഹ്. വിഷമങ്ങളുണ്ട്, തീർക്കണം അല്ലാഹ്. ആഫിയത്ത് നൽകണം അല്ലാഹ്. ആയുസ് നിന്റെ പൊരുത്തത്തിൽ നൽകണം അല്ലാഹ്. പടച്ചവനെ സക്കനാത്ത്, ഹറക്കാത്ത്, അഫ്ആല്, അഖ്വാലുകൾ നിന്റെ പൊരുത്തത്തിലാക്കണം അല്ലാഹ്. അല്ലാഹുവേ, മാരകമായ രോഗം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ഉള്ള രോഗങ്ങൾ പരിപൂർണമായ ആജിലായ കാമിലായ ശിഫ നൽകണം അല്ലാഹ്. കുടുംബക്കാര്, ബന്ധുക്കള്, കൂട്ടുകാര്, സുഹൃത്തുക്കള്, നാട്ടുകാര് പലവരും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അല്ലാഹ് മുറാദ് ഹസ്വിലാക്കണം അല്ലാഹ്. പടച്ചവനെ, ഓപ്പറേഷൻ പറഞ്ഞ രോഗികൾ ദുആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് സലാമത്ത് നൽകണം അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങളെ ദറസിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഉപ്പ ഇക്ര ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുകയാണ്. സലാമത്ത് നൽകണം അല്ലാഹ്. പരിപൂർണ ശിഫാ നൽകണം അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെടുത്ത് പഠിക്കുന്ന മക്കളെ റബ്ബേ ഖൈറിലാക്കണം അല്ലാഹ്. ആലിമീങ്ങളാക്കണം അല്ലാഹ്. തദ്രീസിലും തഅലീമിലും ബർക്കത്ത് നൽകണം അല്ലാഹ്. പടച്ചവനെ, ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഒരുപാട് ബിസിനസ്സുകാരുണ്ട്, ബർക്കത്ത് നൽകണം അല്ലാഹ്. ഒരുപാട് പ്രവാസികളുണ്ട്, ബർക്കത്ത് നൽകണം അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ, അപകട മരണങ്ങളെ തൊട്ട് കാത്തോളണം അല്ലാഹ്. അല്ലാഹുവേ, വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായി ഞങ്ങളെ ദുആക്ക് ആമീൻ പറയുന്ന ഉമ്മമാരുണ്ട് അല്ലാഹ്. ഒരു ഉമ്മാക്കും സ്തനർബുദം നൽകല്ലേ അല്ലാഹ്. ഗർഭപാത്രത്തിൽ മുഴ നൽകല്ലേ അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ, ആമീൻ പറയുമ്പോ അവരുടെ മനസ്സിലുള്ള രോഗങ്ങൾ, അവരുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ എല്ലാം അവർ ആമീൻ പറയുന്നു. പരിപൂർണമായ ശിഫാ നൽകണം അല്ലാഹ്. ശിഫാ നൽകണം അല്ലാഹ്. മരണപ്പെട്ടു പോയവരുണ്ട്, ഉപ്പ, ഉമ്മ, കുടുംബക്കാര്, ബന്ധുക്കള്, ഭാര്യ, ഭർത്താവ്, നാട്ടുകാര്, അയൽവക്കക്കാര്, സഹപാഠികള് പലവരും മൗത്തായി പോയി. അവരുടെ ഖബർ നീ സ്വർഗമാക്കണം അല്ലാഹ്. ആഖിറം സന്തോഷത്തിലാക്കണം അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ ഏവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.